ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? പരാമർശം വിധേയമായിട്ടുണ്ടോ? അതല്ലല്ലോ ഇവിടെ പ്രശ്നം. പി ശശിക്കെതിരെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ അന്വേഷിക്കുന്നത് ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. അല്ല, ഇവിടെ പോലീസ് അന്വേഷിക്കുന്ന ക്രൈമാണ്. ആ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇല്ലല്ല, നാളല്ല. ഞാനിപ്പോ ഇനി പുതിയ തെളിവ് ആരെങ്കിലും എന്റെ ഈ വാട്സാപ്പ് നമ്പർ ഏറ്റെടുക്കാൻ പറ്റുന്ന പത്രപ്രവർത്തകരുണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യണം. ആ അത്ര എണ്ണം വരുന്നുണ്ട്. എന്നിപ്പോ ഒരു 300-350 അതാ വന്നിരിക്കുന്നത്. കാരണം അത് ഇനി പരിശോധിക്കാൻ ഇതേപോലെ ഒരു വേറെ സംവിധാനം ഉണ്ടാക്കേണ്ടി വരും നാളെ തൊട്ട്. അതിന്റെ ആലോചനയിലാണ്. ഉത്തരവാദിത്തമില്ലാന്നാണ് PB അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഒപ്പം തന്നെ മന്ത്രി പറയുന്നു എന്തുന്നയിച്ച് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ആർക്കും ഈ ADGP പാർട്ടി എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? പാർട്ടി അല്ലല്ലോ പറഞ്ഞത്. പാർട്ടിയിലെ ഒരു പ്രവർത്തകനല്ലല്ലോ. പാർട്ടി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. പാർട്ടി സെക്രട്ടറിമാർ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടാവും. ഒരു അനുഭാവിയായ ഞാൻ പറയുമ്പോൾ പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നടക്കൂലല്ലോ. അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു. MLA വാട്സ്ആപ്പ് നമ്പർ പാർട്ടി അംഗീകരിക്കുമോ? ആ സംവിധാനം നേരത്തെ തന്നെ ജലീൽ ഇത്തരത്തിലൊരു സാധനം ഉന്നയിച്ചപ്പോൾ അതിന് പാർട്ടി സംവിധാനം അല്ല, സർക്കാർ സംവിധാനം അല്ല എന്നാണ് ഗൗതം മാഷ് പോസ്റ്റ് വായിച്ചോ? അനുമോദന്റെ പോസ്റ്റ് വായിച്ചോ? ആ പോസ്റ്റിൽ വായിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനെന്താ പറഞ്ഞ്, കേരളത്തിലെ പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നമ്പർ വെക്കുന്നത്. പോലീസിന്റെ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, പോലീസിൽ നിന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതി നിങ്ങൾ ഇതിലേക്ക് അയച്ചാൽ അത് വെരിഫൈ ചെയ്ത് പ്രാദേശിക അയച്ച വ്യക്തിയുടെ ആ നാട്ടിലെ സഖാക്കളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. അതിന് സഹായം ഉണ്ടാകും, അതിന് ആക്ഷൻ ഉണ്ടാകും. ഇതല്ലേ പറഞ്ഞത്. അതിങ്ങനെ പാർട്ടിക്ക് പറ്റൂല എന്ന് പാർട്ടി പറയോ? ഞാൻ ഏറ്റെടുക്കുന്നല്ല പറഞ്ഞത്. അതാണല്ലോ മാറ്റം. ADGPയുടെ കൂടിക്കാഴ്ചയില് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കണ്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത്. അയാളുടെ വ്യക്തിപരമായ സന്ദർശനമല്ലേ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല ആ സന്ദർശനത്തിൽ? അല്ല, അത് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ചോദിച്ചോ പറഞ്ഞോ എനിക്കറിയില്ല. ഞാൻ കണ്ണിൽ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ എങ്ങനെ മറുപടി അറിയാം? സന്ദർശനത്തിൽ കുഴപ്പമില്ല അങ്ങനെ ADGP അല്ല, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. എന്റെ മുബഷിറെ, നിങ്ങൾ ഇതിലേക്ക് വാ. മറ്റൊന്ന്, ഇതുവരെ ഒരു ഇതിലും FIR ഇട്ടില്ല. ഇപ്പൊ വകുപ്പ് തല അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് FIR എടുക്കുന്നത്. സാധാരണ ഒരു പൗരനാണ് ഇപ്പൊ FIR ഇട്ട് അത് കോടതി നടപടികളിലേക്ക് പോകും. ഇപ്പോഴത്തതനുസരിച്ച് അത്തരം ഒരു ഇതിലേക്ക് ഇല്ലല്ലോ. അല്ല, അതിന്റെ FIR ഇടുന്നത് ഇപ്പൊ എന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ FIR ഇടാൻ കഴിയില്ല. അതാണ് എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ. പക്ഷെ ഇന്നലെ പൊന്നാനിയിൽ 3 പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് പരാതി FIR ഇട്ടൊന്ന് ഇടില്ല. എനിക്കറിയില്ല. ഞാൻ എന്താ വെച്ചാൽ ഈ 9-10 മണിക്കൂർ നാടുമായിട്ട് ബന്ധമില്ലല്ലോ. അപ്പൊ അത് തെറ്റായ നടപടിയാണ് പോലീസിന്റെ. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇപ്പൊ അല്ല, ഒരു മിനിറ്റ് മരമുറിക്ക് നമുക്ക് വരാം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന 10 കൊല്ലം മുമ്പും 15 വർഷം മുമ്പും 20 വർഷം മുമ്പും എന്നെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അറിഞ്ഞതിനാണ് ഈ കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും കണ്ണനെ കാണുന്നില്ല. ഈ രീതിയിലുള്ള കേസുകൾ മുകേഷ് MLA അടക്കമെതിരെ ഒരു ബേസും ഇല്ലാതെ, ഒരു അന്വേഷണ റിപ്പോർട്ടും ഇല്ലാതെ FIR ഇട്ട് ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുക എന്ന ദുരുദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിനെതിരെ FIR ഇട്ടിട്ടുള്ളത്. ആ FIR ഇടാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൊന്നാനിയിൽ ഈ പറയുന്ന പാർട്ടി നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും വനിതാ പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഒരു പെണ്ണ് ഒളിച്ചിരുന്നിട്ട് ഒരു ടെലിവിഷൻ ചാനലുകാർ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് എന്താ പറയുക, ബ്രേക്കിങ്ങിനത് വലുതാക്കാനുമാണ് അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഒന്ന് അന്വേഷിച്ചിട്ട് മതി. ഇതല്ലല്ലോ. ഒരു പൊതുസമൂഹത്തിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഒരു സ്ത്രീ പറയുന്നത്. ഞാൻ അവിടെ പോയി എന്ന് ഞാൻ പറയുന്നു. നമുക്ക് വെക്കാനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും എന്താ ഒരു FIR ഇട്ടാല്? FIR ഇട്ടിട്ടല്ലേ അന്വേഷിക്കേണ്ടത്? ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ FIR ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും CRPC-യിലും IPC-യിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോരെ? എന്താ പോലീസ് മുങ്ങിക്കളിക്കുന്നത്? അവിടെയാണ് ഇതിന്റെ വിഷയം. അതാണ് ഈ പോലീസ്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം FIR ഇടുവോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നിങ്ങളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് ചെറിയ വിരോധമൊക്കെ എനിക്കുണ്ടെങ്കിലും
എനിക്ക് നിൽക്കുന്ന നല്ല വിഷമമുണ്ട്. നിങ്ങൾ എപ്പോൾ നിൽക്കാൻ തുടങ്ങിയത് അല്ലേ? എന്താ ഈ നിൽക്കുന്നതിന്റെ അർത്ഥം? എത്ര മണിക്കൂറായി നിൽക്കുന്നു? ഞാൻ 11 മണിക്കൂർ, പലരും 9 മണിക്ക് എത്തിയവരുണ്ട്. 12-13 മണിക്കൂറായി ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ സമൂഹത്തിന്റെ ഇത്തരം സംഗതികൾ പുറത്തു വരണമെന്നില്ല. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാനുള്ളത്. ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കരിയർമാരായി വന്ന സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല. എന്താ പറയാ, വേട്ടനായികളെ പോലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരെ പിന്നാലെയാണ്. കാമഭ്രാന്തന്മാരാ, മനസ്സിലായോ? കാമഭ്രാന്തന്മാര് കേരളം കേൾക്കാൻ പോവാ. അത്രയും വൃത്തികെട്ട നെറികെട്ട നട്ടോറിയസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനില്ല. അതിലേക്ക് പോകാൻ നമ്മൾ പല സ്ത്രീകൾക്കും നമ്മൾ ധൈര്യം കൊടുക്കുകയാണ്. അവർക്ക് ധൈര്യമില്ല എപ്പോഴും പുറത്തേക്ക് വരാൻ. ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല, ഇവർക്ക് എന്താ പറയാ, വൈകൃതമായ ലൈംഗിക ചൂഷണം ഉണ്ടല്ലോ, അതുപോലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ, അല്ലാതെ സീതാ പോലീസുകാരല്ല. ഡാൻസ് സ്റ്റാഫിന്റെ ഒട്ടുമിക്ക ആളുകൾ ഇതിലുണ്ട്. പുറത്തുവിടില്ല. അവർ തയ്യാറായി വരട്ടെ. നിങ്ങൾ പറയണം അവരോട് തയ്യാറായി വരാൻ. ഈ പൊതുസമൂഹം അവരുടെ കൂടെ ഉണ്ട്. ഈ ഗവൺമെന്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട്. അവരെ കൂടെയാണ്. അവർ പുറത്തു വരണം. ഈ സ്വർണം മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയി മൂലക്കലാക്കി ചവിട്ടി ഇടിച്ച് നിരപ്പാക്കിയിട്ട് സൈസാക്കി വിട്ട പല ചെറുപ്പക്കാരുണ്ട് ഇവിടെ. അവർ പുറത്തു വരണം. നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും. അതാണ് ഈ ഗവൺമെന്റ്, അതാണ് ഈ പാർട്ടി. അവർ സഹകരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളുണ്ടാവും ഇവിടെ. ഒരു മാസം നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിൽക്ക്. ഈ ക്രിമിനലിസം അവർ അടുത്ത തലമുറ കയറി വരും. ആരായി കുറ്റം ചെയ്യുന്നത്? ഒരു സാധാ പോലീസുകാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. IPS ഉദ്യോഗസ്ഥർ, അതേ ലെവലിലുള്ള മറ്റുള്ളവര്. അപ്പൊ ഈ പുതിയ തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ? അവര് കള്ളും കുടിച്ചോ, പെണ്ണും പിടിച്ചോ, വ്യഭിചരിച്ചോ, കക്കാൻ നോക്കിക്കോ, കട്ട മുതൽ കട്ടെടുത്തോ, കൊള്ള നടത്തിക്കോ, കള്ളക്കടത്ത് നടത്തിക്കോ, ഈ കേസിൽ ഈ പറയുന്ന എന്താ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചോ, കച്ചവടം ചെയ്തോ, കേസുണ്ടാക്കിക്കോ, ഇതല്ലേ മെസ്സേജ്? എന്താണ് ഈ മയക്കുമരുന്നുമായി ഈ ജില്ലയിൽ എത്ര നിരപരാധികളാ? അപ്പൊ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ കാണാൻ നിൽക്കുക. എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട്. ഒരു വിഭാഗത്തിന് ഇവർ കച്ചവടം ചെയ്യാൻ അനുവാദം, ഓരോരുത്തരും കമ്മീഷൻ, കേസിന്റെ എണ്ണം കൂട്ടണം. അതിനുള്ള മറ്റു വഴി. ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ. എന്താ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ? ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. ഈ ചങ്ങാതി സുജിത്താസ്. സർക്കാരിന്റെ ഒരു ഓർഡറും ഇല്ല, സർക്കാരിന്റെ ഒരു ഫണ്ടും ഇല്ല, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പെർമിഷനും ഇല്ല. ഒരു ബിൽഡിംഗ് കെട്ടി. എങ്ങനെ കെട്ടിയത്? ആ ബിൽഡിംഗ് കെട്ടുന്നതിന്റെ പേരിൽ കോടാനകോടി ഉറുപ്പിയാണ് ഈ ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തത്. 25,000 തൊട്ട് 10 ലക്ഷം വരെ പിരിച്ചതുണ്ട്. കോറികളിൽ നിന്ന്, മുതലാളിമാരിൽ നിന്ന് ഒരു 10, 15, 20 ലക്ഷം ചെലവാകുന്ന ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ 4-5 കോടി ഉറുപ്പിക പിരിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? അല്ല, ഒരു മിനിറ്റ്, ഇവരുടെ ഡബിൾ ഗെയിം മനസ്സിലാക്കണം. അപ്പൊ എന്തായി? ഗവൺമെന്റിന് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും എന്തോ ഒരു നല്ല SP ട്ടോ, 5 പൈസ മുടക്കില്ലാതെ പോലീസുകാരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം മെനക്കെട്ടുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ. അപ്പം അത് മുഴുവൻ ഉണ്ടാക്കുകയും ആ ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് എന്താണ്? പണം പിരിച്ചെടുക്കുക. അന്വേഷിക്കുന്നത് അന്വേഷണ ഏജൻസിയുടെ പരിധിയിൽ വരുന്ന ഈ തരത്തിലുള്ള ഡബിൾ ഗെയിം, ട്രിപ്പിൾ ഗെയിം തട്ടിപ്പ് പുറത്തുനിന്ന് നോക്കുന്നവന് എന്തോ ഒരു അന്തസ്സുള്ള SP, എന്തോ ഒരു പോലീസ്. എന്നാലേ പണിയോ നേരെ തിരിച്ച്. ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണത്തിൽ തെളിയുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. 100% പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അത് അന്നേ അറിയാത്തത്, അത് തന്നെയാണ് അറിയാത്തത്. പരിശോധിക്കട്ടെ എങ്ങനെ ഉണ്ടായി. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓടി കൂടി പുറത്തുവിടാണ്ടിരുന്ന MLA പറഞ്ഞിരുന്നു. അത് പുറത്തുവിട്ട സുജിദാസിനെ താനൂരുകാർ അവിടെ പോയി തല്ലെന്നൊക്കെ MLA പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ? എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. ചിലത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, അത് മായ്ക്കപ്പെടും. ഇപ്പൊ ഈ മരമുറി തന്നെ നിങ്ങൾക്കറിയാലോ,
ഒന്നനങ്ങിയപ്പോഴേക്ക് ആ സ്ത്രീയുടെ അടുത്തെത്തിയത് നിങ്ങൾ തന്നെ കണ്ടല്ലോ, അനുമോദൊക്കെ പോയില്ലേ. അപ്പം അവിടെയൊക്കെ ഇവരെത്തുന്നുണ്ട്, അതിന് ആളുകളുണ്ട്. പോലീസ് മാത്രമല്ല, പോലീസിലൊരു വിഭാഗം മാത്രമല്ല, ഒരു വലിയ എന്താ പറയാ കച്ചവട ഗ്രൂപ്പ്, ഒരു ഗുണ്ടാ സംഘം സ്നേഹത്തോടെയും ഭീഷണിയോട് കൂടിയിട്ട് ഓടി നടക്കുകയാണ്. അതും ഇവിടെ നടക്കാൻ വലിയൊരു ഗുണ്ടാ സംഘത്തിന്. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ, പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഹണി ട്രാപ്പിൽ ഇവർ കുടുക്കി മൂലക്കലാക്കിയ സ്ത്രീയാ. നാളെ അവർ പുറത്തു വരും. ആ സ്ത്രീ പല രീതിയിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പരാതി കൊടുത്തപ്പം ആ നാട്ടിലെ ചില ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്. അവരെ കൊല്ലാൻ ഭീഷണിപ്പെടുത്താൻ വരുന്ന പോലീസിന്റെ ഗുണ്ടാ സംഘം, പോലീസുകാരല്ല, പോലീസ് വിടുന്ന ഗുണ്ട. മനസ്സിലായോ? അതാ മുമ്പ് പറഞ്ഞ ദാവൂദ് ഇബ്രാഹിം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊരു 60-70% ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത് ദാവൂദ് ഇബ്രാഹിമിന്റെ അതേ ലൈനിലാണ് പോകുന്നതെന്ന് മനസ്സിലായത്. അത് തെളിയിക്കപ്പെടും. അപ്പൊ നിങ്ങൾ സഹായിക്കുക. PV അൻവർ MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് വിശദമായി മൊഴി നൽകിയെന്നാണ് PV അൻവർ MLA പറഞ്ഞത്.